നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ അല്ലെങ്കിൽ നിങ്ങളിൽ പലരും റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ സമകാലിക രംഗത്ത് ഏറ്റവും കൂടുതൽ പ്രതിക്കൂട്ടിൽ നിർത്തപ്പെട്ട ഒരു പ്രസ്ഥാനമാണ്, അല്ലെങ്കിൽ നിർത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് നവോത്ഥാന പ്രസ്ഥാനമായ മുജാഹിദ് പ്രസ്ഥാനം. എല്ലാ ഭാഗങ്ങളിൽ നിന്നും പല രൂപത്തിലുള്ള വിമർശനങ്ങളും അതുപോലുള്ള കാര്യങ്ങളുമാണ് ഞങ്ങൾ ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ യഥാർത്ഥ സ്ഥിതി എന്താണ് എന്ന് നിങ്ങളിൽ പലർക്കും അറിയാം എന്നുള്ളത് കൊണ്ട് തന്നെ കൂടുതൽ വിശദീകരണത്തിൻ്റെ ആവശ്യമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് ഡോക്ടർ സാക്കിർ നായിക്കിൻ്റെ പ്രശ്നമുണ്ട്. അതുപോലെ തന്നെ കേരളത്തിൽ നിന്ന് ചില ആളുകൾ ദുരൂഹമായ സാഹചര്യത്തിൽ തിരോധാനം ചെയ്യപ്പെട്ടതിനെക്കുറിച്ചുള്ള പ്രശ്നങ്ങളുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട്, അതുപോലെ തീവ്രവാദവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. ഇതെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് പലപ്പോഴും അമ്പുകൾ ഈ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ നേർക്ക് വരുന്നു എന്നുള്ളത് ഞങ്ങളെ ഏറെ വേദനിപ്പിക്കുന്നു എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനമായ മുജാഹിദ് പ്രസ്ഥാനം മുമ്പ് പല സന്ദർഭങ്ങളിലും നിങ്ങളുമായി ആശയവിനിമയം നടത്തിയപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളതുപോലെ തന്നെ ഇവിടുത്തെ സാമൂഹ്യ നവോത്ഥാനത്തിന് ഏറ്റവും കൂടുതൽ പങ്കുവഹിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ്. നമുക്കറിയാം, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം മുതൽ ഈ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാർ വളരെ കൃത്യമായ ചടുലമായ പ്രവർത്തനങ്ങൾ ഈ രാജ്യത്തിന് വേണ്ടി സമർപ്പിച്ചിട്ടുണ്ട്. മൗലാന അബുൽ കലാം ആസാദിനെ പോലെയുള്ള, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ പോലെയുള്ള, വക്കം മൗലവിയെ പോലെയുള്ള, സീതി സാഹിബിനെ പോലെയുള്ള, അങ്ങനെ മൊയ്തു മൗലവിയെ പോലെയുള്ള സ്വാതന്ത്ര്യ സമരരംഗത്ത് വളരെ സജീവമായി അവരവരുടേതായ പങ്ക് വഹിക്കുകയും ഒപ്പം സമൂഹത്തിൻ്റെ നവോത്ഥാനത്തിന് വേണ്ടി ശ്രമിക്കുകയും ചെയ്തിട്ടുള്ളതാണ് എന്നുള്ളത് കേരള മുസ്ലിം ചരിത്രം പരിശോധിക്കുന്ന ആർക്കും മനസ്സിലാക്കാവുന്ന കാര്യമാണ്. കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം ലോകത്തിലെ ഏതെങ്കിലും ഒരു സംഘടനയുടെയോ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മറ്റ് ഏതെങ്കിലും മതസംഘടനകളുടെയോ വാലുകളായി പ്രവർത്തിക്കുന്നവരല്ല എന്നുള്ളതാണ് ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പരിശുദ്ധ ഖുർആനും പ്രവാചകൻ്റെ ചര്യയും സച്ചരിതരായ പൂർവികന്മാരുടെ മാർഗവും പിൻപറ്റിക്കൊണ്ട് അത് ജനഹൃദയങ്ങളിൽ എത്തിക്കുക, വിശ്വാസ രംഗത്തുള്ള ശുദ്ധീകരണത്തിന് വേണ്ടി, അനുഷ്ഠാന ആരാധനാകർമ്മങ്ങളിലുള്ള ശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതോടൊപ്പം തന്നെ സമൂഹത്തിലെ എല്ലാവിധത്തിലുള്ള രംഗങ്ങളിലും ഈ പ്രസ്ഥാനത്തിൻ്റെ ശ്രദ്ധ വളരെ സജീവമായിട്ടുണ്ട് എന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. പാരിസ്ഥിതികമായ ഇടപെടലുകളിലായിരുന്നാലും ശരി, അതുപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലായിരുന്നാലും ശരി, മറ്റിതര സമുദായങ്ങളുമായി ബഹുസ്വരത മുറുകെ പിടിച്ചുകൊണ്ട് ജീവിച്ചു പോകുന്ന രംഗത്തായിരുന്നാലും ശരി, ഒരു തരത്തിലുള്ള വേർതിരിവും കാണിക്കാതെ മനുഷ്യരെന്നുള്ള നിലയിൽ എല്ലാവരെയും ഒന്നായി കണ്ടുകൊണ്ട് ജാതിക്കും മതത്തിനും വിഭാഗീയതയ്ക്കും അതീതമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ആദർശ പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. അത് പുറത്തു നിന്ന് ആരുടെയും ആശയം ഇതിന് കടമെടുക്കേണ്ട ദുസ്ഥിതി ഈ പ്രസ്ഥാനത്തിനുണ്ടായിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായും ഉന്നയിക്കാവുന്ന ഒരു സംശയമാണ്, ഇങ്ങനെ ലോകത്തുള്ള പല സംഘടനകളുമായി ഇതിന് ബന്ധമില്ലേ എന്നുള്ളത്. ഒരു ബന്ധവും ആ രൂപത്തിലില്ല. ബന്ധമുണ്ട്. എങ്ങനെയാണെന്നറിയുമോ? ഈ ആദർശ ബന്ധം മാത്രം. ഈ ആദർശവുമായി യോജിക്കുന്ന എല്ലാവരുമായി യോജിച്ച് നമ്മൾ പ്രവർത്തിക്കും. അതേസമയം അവരുടെ ഏതെങ്കിലും ആശയം നമ്മൾ കടമെടുക്കുകയോ അത് പ്രചരിപ്പിക്കുകയോ ചെയ്യുന്ന ഒരു സ്വഭാവം നമുക്കില്ല. അതുകൊണ്ട് തന്നെ വ്യക്തിത്വം നിലനിർത്തിക്കൊണ്ട് ഈ പ്രസ്ഥാനത്തിന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും അതിന് കഴിഞ്ഞു തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ ചില കാര്യങ്ങൾ ചിലതുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ അത് എങ്ങനെയാണ് എന്നൊന്ന് വിശദീകരിക്കേണ്ട ബാധ്യത ഞങ്ങൾക്കുണ്ട്. ആ വിശദീകരണമാണ് നിങ്ങളുടെ കരങ്ങളിൽ കിട്ടിയിട്ടുള്ളത്. ഞങ്ങൾക്ക് പറയാനുള്ള കാര്യം വളരെ കൃത്യമായതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ വിലയിരുത്തുന്നത് ഇന്ന് ഇന്ത്യ രാജ്യത്ത്, വിശിഷ്യ കേരളത്തിൽ ചില ആളുകളുടെ തിരോധാനം സംബന്ധിച്ച് വന്നുകൊണ്ടിരിക്കുന്ന ചില പ്രതികരണങ്ങൾ അത് നിഴൽ യുദ്ധമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. നിഴലിന് വെടിവെക്കലാണ് എന്ന് പറയേണ്ടി വരും. യാഥാർത്ഥ്യം നമ്മൾ അന്വേഷിച്ച് നോക്കിയാൽ ഇന്ത്യയിലെ ഇതുമായി ബന്ധപ്പെട്ട വകുപ്പുകളോ മറ്റു നിലയിലുള്ള രംഗത്ത് പ്രവർത്തിക്കുന്നവരോ ഈ പോയിട്ടുള്ളവരൊക്കെ തന്നെ ആഗോള തീവ്രവാദം ആരോപിക്കപ്പെടുന്ന അല്ലെങ്കിൽ ആ തീവ്രവാദ സംഘടന എന്ന് വിശദീകരിക്കപ്പെടുന്ന
വ്യാഖ്യാനിക്കപ്പെടുന്ന വിശേഷിപ്പിക്കപ്പെടുന്ന IS പോലെയുള്ള സംഘടനകളിൽ കേരളത്തിൽ നിന്ന് ആരും പോയി ചേർന്നിട്ടില്ല, ഇന്ത്യയിൽ നിന്ന് തന്നെ ആരും എത്തിപ്പെട്ടിട്ടില്ല എന്നുള്ളതാണല്ലോ പൊതുവെയുള്ള വിലയിരുത്തൽ. ആ വിലയിരുത്തൽ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ അങ്ങനെ ISൽ കേരളത്തിൽ നിന്ന് ആരെങ്കിലും കാണാതായാൽ ഉടനെ ISൽ പോയി ചേർന്നു എന്ന് പറയുന്ന ആ ഒരവസ്ഥ തീർച്ചയായും വേദനാജനകമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ അതിനെ നമ്മൾ പൂർണ്ണമായും ഇവിടുത്തെ ഭരണകൂടം ഏത് രൂപത്തിൽ ആ കാര്യങ്ങൾ അന്വേഷിക്കുന്നുവോ, അന്വേഷണത്തിൽ ആരെയൊക്കെ എത്തിപ്പിടിക്കാൻ കഴിയുന്നുവോ, അവരെവിടെയാണ് പോയിരിക്കുന്നത് എന്ന് കണ്ടുപിടിക്കുന്നുവോ, അവർ തീവ്രവാദ കേന്ദ്രങ്ങളിലാണ് എത്തിപ്പെടുന്നത് എങ്കിൽ ഇവിടുത്തെ ഗവൺമെൻറ്റിനോടൊപ്പം അത്തരം തീവ്രവാദങ്ങൾക്കെതിരെ നിലനിന്ന ഈ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ അതിൻ്റെ നിലനിൽപ്പുമായി അത് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ആരെയും നമുക്ക് പിന്തുണയ്ക്കേണ്ട ആവശ്യമില്ല. കാരണം തീവ്രവാദത്തെ അതിൻ്റെ 1-ാം തീയതി മുതൽ എതിർത്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. 1-2 കാര്യങ്ങൾ സാന്ദർഭികമായി ഓർമ്മിപ്പിക്കുന്നത് നന്നാകുമെന്ന് എനിക്ക് തോന്നുന്നു. 1990-കളിൽ ഇവിടെ തീവ്രവാദത്തിൻ്റെ വേരോട്ടം തുടങ്ങുന്ന സന്ദർഭത്തിൽ തന്നെ മതം തീവ്രവാദത്തിനെതിരെ എന്ന ക്യാമ്പയിൻ സംഘടിപ്പിച്ച് ജനങ്ങളെ ബോധവൽക്കരിച്ച പ്രസ്ഥാനമാണ് ഇത്. അതുപോലെ തന്നെ നമ്മൾ അന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി യുവജന വിഭാഗമായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന സിമി ഒരു അപകടകരമായ മുദ്രാവാക്യം ഇവിടെ ചുമരുകളിൽ രേഖപ്പെടുത്തിയിരുന്നു. ആ മുദ്രാവാക്യം ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്നതായിരുന്നു. അന്ന് അതിനെതിരെ കേരളത്തിൽ വളരെ ശക്തമായി പ്രതികരിക്കുകയും ആ കാഴ്ചപ്പാട് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് സമൂഹ മധ്യത്തിലേക്ക് വരികയും ബോധവൽക്കരണം നടത്തുകയും ചെയ്ത ഒരു പ്രസ്ഥാനമാണ് ഇത് എന്നുള്ളത് പ്രത്യേകിച്ച് ഓർക്കുക. ഇങ്ങനെ തീവ്രവാദവും വർഗീയതയും എപ്പോഴെല്ലാം നാമ്പിട്ടിട്ടുണ്ടോ അപ്പോഴെല്ലാം അതിനെ നുള്ളിക്കളയാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച ഒരു പ്രസ്ഥാനത്തിൻ്റെ നേർക്ക് തന്നെ ചില ആളുകൾ ചെയ്തു കൂട്ടിയ ചെയ്തികൾ നിമിത്തം അല്ലെങ്കിൽ വികലമായ കാഴ്ചപ്പാടുകൾ നിമിത്തം അവരിൽ നിന്നുണ്ടായ അമിതമായ തീവ്രമായ ആത്മീയ തീവ്രതയും അനുഷ്ഠാന തീവ്രതയും രാഷ്ട്രീയ തീവ്രതയും എല്ലാ തീവ്രതയും ഒരേപോലെ കാണുകയും എതിർക്കുകയും ചെയ്യണമെന്ന് പറയുന്നവരാണ് ഞങ്ങൾ. അങ്ങനെയുള്ള ഞങ്ങളിൽ നിന്ന് ഒരൊറ്റയാൾ പോലും നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പരിശോധിക്കാം. ഈ മർക്കസുദ്ദഅവ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഏതെങ്കിലും ഒരു ഘടകം അതിൻ്റെ യുവജന വിഭാഗത്തിൽ നിന്നോ അതിൻ്റെ വിദ്യാർത്ഥി വിഭാഗത്തിൽ നിന്നോ അതിൻ്റെ വനിതാ വിഭാഗത്തിൽ നിന്നോ അതിൻ്റെ പണ്ഡിത വിഭാഗത്തിൽ നിന്നോ അതിൻ്റെ പൊതുജന വിഭാഗത്തിൽ നിന്നോ ഏതെങ്കിലും ഒരാൾ ഇത്തരമുള്ള കാഴ്ചപ്പാടുകൾ വെച്ചു പുലർത്തുകയും പ്രചരിപ്പിക്കുകയും അതിന് ആക്കം കൂട്ടുകയും ചെയ്യുന്ന നിലയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയില്ല. ആ നിലയിലാണ് ഈ പ്രസ്ഥാനം ഈ നാട്ടിലെ ഈ സമൂഹത്തെ നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്നത്. അതിന് വിരുദ്ധമായി കേരളത്തിൽ 2002-ൽ ഈ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഒരു പിളർപ്പുണ്ടായി. ആ പിളർപ്പിന് ശേഷം രൂപീകൃതമായ ഒരു യുവജന വിഭാഗമുണ്ട്, അഡ്ഹോക് കമ്മിറ്റി എന്ന് പറഞ്ഞ് അന്ന് രൂപീകരിച്ച യുവജന വിഭാഗം. ആ യുവജന വിഭാഗത്തിൽ പെട്ടുകൊണ്ട് മുന്നോട്ട് നീങ്ങി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പലരും ഇതിന് വിധേയരായിട്ടുണ്ട്, ആത്മീയമായ തീവ്രവാദത്തിലേക്ക് എടുത്തെറിയപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങൾ നിഷേധിക്കുന്നില്ല. പക്ഷേ അവരോടൊപ്പം നിൽക്കാൻ ഞങ്ങളില്ല. അവർ ഏത് തരത്തിൽ ഈ തീവ്രവാദവുമായി മുന്നോട്ട് പോകുന്നുവോ ആ തീവ്രവാദത്തെ പൂർണ്ണമായും എതിർക്കുകയും അതിനെ നേരിടുകയും ചെയ്യുക തന്നെ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്കാർക്കും ഒരു സംശയവും വേണ്ട. അപ്പം അങ്ങനെയുള്ള ആരെങ്കിലും ഈ പേരിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആരെങ്കിലും ചെയ്യുന്ന ചെയ്തികൾ ഈ പ്രസ്ഥാനത്തിൻ്റെ തലയിലേക്ക് വെച്ച് കെട്ടിക്കൊണ്ട് തീവ്രവാദത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നു എന്ന് ഏതെങ്കിലും നമ്മുടെ മതസംഘടനകളിൽപ്പെട്ടവർ തന്നെ ഞങ്ങളുടെ പേർക്ക് ആരോപണം ഉന്നയിക്കുന്നുവെങ്കിൽ അത് തീക്കളിയാണ് എന്ന് പറയാതിരിക്കാൻ യാതൊരു നിർവാഹവുമില്ല. ആ രൂപത്തിൽ ഈ പ്രശ്നത്തെ പ്രതികരിക്കുകയും കാണുകയും ചെയ്യണമെന്ന് ബഹുമാന്യരായ മാധ്യമ സുഹൃത്തുക്കളോട് അഭ്യർത്ഥിക്കുകയാണ്.